പോകുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ല, പാണ്ടികശാല ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഭാഗത്താണ് ടാറിങ് നടക്കേണ്ടതുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇതാണ് ക്യാമറ, ചെറിയ ക്യാമറയാണ്. ഇവിടുന്ന് കാണുന്ന അറിയില്ല, നിങ്ങൾക്ക് ആണും വിചാരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ലൈൻ മാർക്കിംഗ് മാത്രമാണ് ഉള്ളത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം ആശുപത്രിപ്പടിയാണ്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് മൂടാൽ, പാണ്ടികശാല, മുക്കിൽ പീടിക, പൈങ്കണ്ണൂർ എന്നീ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ആ ഭാഗത്ത് വരെയുള്ള കാഴ്ചകൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതുതായിട്ട് റോട്ടിൽ. അപ്പോൾ കുറ്റിപ്പുറം ആശുപത്രിപ്പടി ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇനി പള്ളിപ്പടി മുതൽ നമ്മളിങ്ങനെ ഓരോ ഭാഗത്ത് നിർത്തി ഇങ്ങനെ കണ്ട് മൂടാൽ ഭാഗത്ത്, പാണ്ടികശാല ഭാഗത്ത് ഒക്കെ പോയിട്ട് ഓരോ ഭാഗത്തുള്ള വർക്കുകൾ നോക്കിയിട്ട് നമുക്ക് പോകാം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോഴുള്ളൊരു കാഴ്ച. ഇതാണ് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. ഈ ഓവർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ, ഓവർപാസിൻ്റെ മുകളിൽ ആശുപത്രിപ്പടി എന്നാണ് ഇങ്ങോട്ട് പറയുക. ആശുപത്രിപ്പടി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പള്ളിപ്പടി എന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് വരിക പള്ളിപ്പടി ഭാഗമാണ്. കുറ്റിപ്പുറം ആശുപത്രിപ്പടി വന്നിട്ടുള്ള ഒരു ഓവർപാസ്, ഒരു ഫ്ലൈ ഓവർ, ഒരു ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി അങ്ങോട്ട് പോകേണ്ടത്, മുന്നോട്ട് പോകണേ. എത്ര പെട്ടെന്നാണ് നമ്മൾ അവിടുന്ന് മൂടാൽ ഭാഗത്ത് എത്തിയത്. മൂടാൽ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മൂടാൽ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഓവർപാസിൻ്റെ അടുത്താണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ വർക്കുകളാണ് ഇനി ഹൈവേയിൽ നടക്കേണ്ടത്. ചെറിയ ചെറിയ ഫിനിഷിങ് വർക്കുകൾ. ഇവിടെയൊക്കെ എന്താ അറിയില്ല, ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഭാഗം ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നറിയില്ല, ഇനി ജോയിൻ്റ് ചെയ്യുമോ അറിയില്ല. ഞാനിപ്പോൾ കണ്ടത് കൊണ്ട് പറയുകയാണ്, ഒരു പുതിയൊരു മാറ്റം. പിന്നെ വലിയൊരു സംഭവമായിട്ട് പറയാനുള്ളത് ഈ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കുറവാണെന്ന്. അത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കാണാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
നമുക്ക് പാണ്ഡികശാല ഭാഗത്തേക്ക് പോകാം. പാണ്ഡികശാല ഭാഗത്തും ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകാം. അവിടെ ടാറിങ്ങിൻ്റെ ഒരു സൈഡിൽ ടാറിങ്ങിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് മൂടാൽ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. നല്ല അടിപൊളിയായൊരു കാഴ്ച തന്നെയാണ്. ഇതാണ് മൂടാൽ ഓവർപാസ്. അവിടെ ഒരു ഭാഗത്ത് ചെടിയൊക്കെ വെക്കുന്ന നല്ലൊരു ഭംഗിയുണ്ട്, പൂക്കളെ കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ചെടിയൊക്കെ വെക്കുന്നുണ്ട്. ഇതാണ് അടിപൊളിയായത്. ഈ സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഈ സൈഡിൽ നമുക്ക് കാണാം സെൻറ്ററിൽ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പോരായ്മ എന്താ പറഞ്ഞാൽ, കുറച്ച് ആളുകളൊക്കെ യാത്ര ചെയ്തപ്പോൾ നമ്മളോടൊക്കെ സംസാരിച്ചത് എന്താ പറഞ്ഞാൽ, ഈ സെൻറ്ററിലെ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് പോരാന്നുള്ള ഒരു പരാതി ഉണ്ട് ഒരുപാട് ആളുകൾക്ക്. അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റൊക്കെ രാത്രി നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കണ്ണിലേക്കൊക്കെ അടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബോർഡ് മറയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് മൂടാൽ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അടിപൊളിയായൊരു സീനിയർ ഇവിടുന്ന് കാണുമ്പോൾ വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഇനി മുന്നിലാണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളത്. ബാക്കിയൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പാണ്ഡികശാല എത്താറാവേണ്ട മുന്നുള്ള ഒരു കുറച്ച് ഭാഗത്ത് ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു. അത് ഇടിച്ച് ലെവൽ ചെയ്ത് റോഡ് വർക്കിനുള്ള ഒരുക്കങ്ങൾ, ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ടാറിങ് കാരണം ചിലപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് നാളെ അപ്ലോഡ് ചെയ്യേണ്ട മുന്നേ തന്നെ ചിലപ്പോൾ ഇവിടെ ടാറിങ് നടക്കും. അപ്പോൾ ആളുകൾ പറയും പഴയ വീഡിയോ ആണെന്ന്. ഒരിക്കലും ഇല്ല. അതൊരു കുറഞ്ഞ സമയമെങ്കിലും നമുക്ക് വീഡിയോ എഡിറ്റിങ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്താണ് ഇനി സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുള്ളത്. അവിടെ അത് നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് പാണ്ഡികശാല ഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞ് വരുന്ന ഭാഗത്തുള്ള ഈ കുന്നിടിച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതാണ് വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എന്തൊക്കെയോ ഫിനിഷിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള ഈ ക്രാഷ് ബാരിയറിൻ്റെ സൈഡിലുള്ള മണ്ണുകളൊക്കെ നീക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ വാഹനങ്ങളുടെ സ്പീഡൊക്കെ നോക്കുന്ന കാണിക്കുന്ന ഒരു ക്യാമറയും ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനങ്ങളുടെ സ്പീഡ് കാണിക്കുക. അതിൻ്റെ മുൻഭാഗത്ത് തന്നെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡുകൾ അറിയാനുള്ളതായിരിക്കും. അവിടെ ബോർഡിൽ എഴുതി വെച്ച് കാണാം യുവർ സ്പീഡിന്. അപ്പോൾ വാഹനങ്ങളുടെ സ്പീഡ് അറിയാനും അതിൻ്റെ നേരെ ഭാഗത്ത് തന്നെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കുള്ള ബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാമറ, ചെറിയ ക്യാമറയാണ്. ഇവിടുന്ന് കാണണ്ടെന്ന് അറിയില്ല, നിങ്ങൾക്ക് ആണും വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള പാണ്ഡികശാല അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ നോക്കാം.
അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ് നടക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് കാണാം വളരെ ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഇവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പാണ്ഡികശാല ഭാഗത്ത് മുകൾ ഭാഗത്തു നിന്ന് കാണുന്നൊരു കാഴ്ച. നല്ല അടിപൊളി മനോഹരമായൊരു കാഴ്ച. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, പാണ്ഡികശാല ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഭാഗത്താണ് ടാറിങ് നടക്കേണ്ടതുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം സിമെൻറ്റ് മിക്സൊക്കെ ചെയ്ത് ഒരുക്കി വെച്ചത് കാണാം നമുക്ക്. ഇനി കുറച്ച് ഭാഗത്താണ് ഇവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളത്. ഇതാണ് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ബസ്സൊക്കെ പോകുമ്പോൾ കാണാൻ തന്നെ ഇവിടുന്ന് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട്. രണ്ട് സൈഡിലൂടെ ഭാഗത്തേക്ക് പോകുന്നു. ഇവിടുന്ന് ഒരു സൈഡിലൂടെ തന്നെ രണ്ട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പുറത്തെ സർവീസ് റോഡ് കാണാം നമുക്ക്. സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇതുള്ളത്, ഒരു പാറ പോലുള്ളത്. അതൊക്കെ ഇനി സോയിൽ ലൈനിങ് ചെയ്ത് അവർ അടക്കുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന്. അവിടെയാണ് ഇതിൻ്റെ ഒരു സ്പീഡിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഓരോ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. അവിടെ പാണ്ഡികശാല ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാം. ഒരു ലൈറ്റിൻ്റെ ഫില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസ് റോഡ്. പാണ്ഡികശാല ഭാഗത്തു നിന്നൊക്കെ കയറി വരേണ്ട സർവീസ് റോഡ് ഇതാണ്. ഞാൻ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പാണ്ഡികശാല ഭാഗത്ത് ഞാൻ നിർത്തിയില്ല. അവിടെയും പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇതുപോലെ തന്നെയാണ് അവിടെയുള്ള അണ്ടർപാസിൻ്റെ മുകളിലൂടെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ലൈൻ മാർക്കിംഗ് മാത്രമാണ് ഉള്ളത്.
ഇപ്പം നമ്മൾ മുക്കിൽ പീടിക ഭാഗത്ത് എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ടാണ് മുക്കിൽ പീടിക എന്ന് പറയുന്ന ഒരു ഓവർപാസ് വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഇതാണ് മുക്കിൽ പീടിക ഓവർപാസ് പൈങ്കണ്ണൂർ ഭാഗത്തു നിന്നുള്ള. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് ഇനി കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുള്ളത്. ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വളരെ പെട്ടെന്നായിരുന്നു നമ്മളിങ്ങോട്ട് എത്തിയത്. കാരണം റോഡിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് വേഗത അറിയാത്ത രീതിയിലേക്ക് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ഭാഗത്തും വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. നമുക്കിതിൻ്റെ താഴ്ഭാഗത്തും കൂടെ ഒന്ന് പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ മറ്റുള്ള ഭാഗത്തെ താഴ്ഭാഗത്തുള്ള കാഴ്ചകൾ എന്താ നോക്കാം. ഇതാണ് ഇവിടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. ഇതാണ് വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടത് മുക്കിൽ പീടിക പൈങ്കണ്ണൂർ ഭാഗത്തുള്ള ഒരു ഓവർപാസ്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കേണ്ടത്. ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്കുകൾ നടക്കേണ്ടതുള്ളത്. ഇവിടെ കട്ട വെച്ചുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഭാഗത്തേക്ക് പിന്നെ വരുമ്പോൾ ഈ സെൻറ്ററിൽ ഈ ക്രാഷ് ബാരിയറിൽ ഇപ്പോൾ ഇവർ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ള പെയിൻ്റാണ് ഇപ്പോൾ ചെയ്യുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ. പെയിൻറ്റ് ചെയ്യുകയാണ്, പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊന്നും ഓടാത്തതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. ഈ ഭാഗത്ത് ലൈറ്റിൻ്റെ കാലുകളൊക്കെ കൊടുത്ത് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഭാഗത്തും ഇതാ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഹോളുകളൊക്കെ കാണാം. വളരെ ഹൈറ്റ് കുറവ്. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്മളെ മുട്ടിന് കുറച്ച് മുകളിലേക്ക് വരുള്ളൂ. വളരെ ഹൈറ്റ് കുറവാണ് ഈ സെൻറ്ററിൽ വരുന്നുള്ള ക്രാഷ് ബാരിയർ വരുന്നുണ്ട്. അത് അപകടം വരുത്താനും അതുപോലെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം പള്ളിപ്പടി ആശുപത്രിപ്പടി ആ ഭാഗത്ത് നിന്ന് ഇവിടം വരെയുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.